2 ദിവസമായി തകർത്ത് പെയ്യുന്ന ഈ പേമാരിയിൽ നമ്മുടെ വെളിയങ്കോടിന്റെ വിവിധ മേഖലകൾ വെള്ളക്കെട്ടിലാണ്. നമുക്കറിയാം, ഹൈവേ വികസനത്തിന്റെ ഭാഗമായി വെളിയങ്കോടും മറ്റു പ്രദേശങ്ങളിലൊക്കെ സ്ഥലമെടുത്ത് നടത്തി ഹൈവേ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിന്റെ ഭാഗമായി അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി വെളിയങ്കോടിന്റെ വിവിധ മേഖലകളിൽ, ഈ ഹൈവേയുമായി ബന്ധപ്പെട്ട് വരുന്ന വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടാണ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ബാക്ക് സൈഡിലുള്ള ഒട്ടനവധി വീടുകൾ, കച്ചേരിപ്പുറായി, അതുപോലെ തന്നെ അങ്ങാടി സൈഡ്, നമ്മുടെ വെളിയങ്കോട് ജുമാഅത്ത് പള്ളിയുടെ ഖബർസ്ഥാൻ പോലും വെള്ളത്തിനടിയിലാണ്. ഞങ്ങൾ ഹൈവേ ഡിപ്പാർട്ട്മെന്റുമായി ഇന്ന് കാലത്ത് മുതൽ ബന്ധപ്പെടുകയായിരുന്നു. ജില്ലാ കലക്ടർ, ഹൈവേ ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത്, വില്ലേജ്, അവരോടൊക്കെ നമ്മൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, റോഡിലേക്കുള്ള തകർന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്യിച്ചു. അതുപോലെ തന്നെ വീടുകളിലേക്ക് വെള്ളം ഈ ഹൈവേ റോഡിൽ നിന്ന് ഒഴുകി വരുന്നത് തടയാൻ വേണ്ടി തൽക്കാലം തടയണ കെട്ടി നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ശരി, ഇത് ഇനിയും ആവർത്തിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഡ്രെയിനേജ് ചെയ്തിട്ടുള്ളത് അശാസ്ത്രീയമാണ്. ഈ ഡ്രെയിനേജ് 2 സൈഡിലെ ഡ്രെയിനേജുകളും ഒന്നിരിക്കലും ഭാരതപ്പുഴയിലേക്ക്, അതല്ലെങ്കിൽ നമ്മുടെ കനാൽ തോടിലേക്ക് കണക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും വെള്ളക്കെട്ടുകളിലൂടെ അശാസ്ത്രീയമായ ഈ വെള്ളപ്പൊക്കം നമ്മുടെ വെളിയങ്കോട് പ്രദേശത്തിന് വളരെ രീതിയിൽ പ്രയാസപ്പെടുത്തുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈവേ ഡിപ്പാർട്ട്മെന്റിനെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വില്ലേജും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികളായ നിയമസഭ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇതിൽ പരിഹാരം കാണണമെന്നാണ് വെളിയങ്കോട് മേഖലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഈ ഒരു വിഷയത്തിൽ ശക്തമായ ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരുന്ന ആളുകളിൽ ജനങ്ങൾ വളരെ വലിയ കുറ്റകൃത്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കൂടി പറയുക.